Hello everyone, welcome to Ants Anatomy. So this will be our fourth osteology topic on sacrum. Into our main features, sacral bone എന്ന് പറയുന്നത് ഒരു ലാർജ് എക്സ്പാൻഡഡ് ട്രയാങ്കുലർ ഷേപ്ഡ് ആയിട്ടുള്ള ബോണാണ്. ഇത് ഫോം ചെയ്തിരിക്കുന്നത് 5 സേക്രൽ വെർട്ടിബ്രയുടെ ഫ്യൂഷൻ കൊണ്ടാണ്. ഇതാണ് ഫസ്റ്റ് വെർട്ടിബ്രേ 1, 2, 3, 4 ആൻഡ് 5. നെക്സ്റ്റ് പറയാൻ പോകുന്നത് അബൌട്ട് ദ ബേസ് ആണ്. ബേസിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ബോഡി. ഇതാണ് ബോഡി മെയിനായിട്ടും ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് ലംബർ വെർട്ടിബ്ര ആയിട്ടാണ്. നമുക്ക് ഇവിടെ ലംബോ സേക്രൽ ജോയിന്റ് കാണാൻ പറ്റും. പിന്നെ ഈ ആൻറ്റീരിയർ മാർജിൻ അത് കുറച്ച് പ്രൊജക്റ്റിംഗ് ആണ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സേക്രൽ പ്രൊമോണ്ടറി. പിന്നെ ഏത് സൈഡ്സിൽ നമുക്കൊരു ഫാൻ ഷേപ്ഡ് ആയിട്ടുള്ള സ്പേസ് കാണാൻ പറ്റും. ഇതിന് പറയുന്ന പേരാണ് ആല ഓഫ് ദ സേക്ക്. ഇതിന് അഗെയിൻ 2 പാർട്സ് ഉണ്ട്. ഒന്ന് മീഡിയൽ സ്മൂത്ത് പാർട്ട്, പിന്നെ ലാറ്ററൽ റഫ് പാർട്ട്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അബൌട്ട് ദ സുപ്പീരിയർ ആർട്ടിക്കുലേറ്റിംഗ് പ്രോസസ് ആണ്. ഇതാണ് സുപ്പീരിയർ ആർട്ടിക്കുലേറ്റിംഗ് പ്രോസസ്. പക്ഷെ ഇതിന്റെ ഫേസെറ്റ് എന്ന് പറയുന്നത് ടുവേർഡ്സ് ബാക്ക്വേർഡ്സ് ആൻഡ് മീഡിയലി ആണ്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അബൌട്ട് ദ വെർട്ടിബ്രൽ ഫൊറാമൻ ആണ്. ഈ ഫൊറാമൻ ലീഡ് ചെയ്യുന്നത് ഒരു കനാലിലേക്കാണ്. ഇതിന് പറയുന്ന പേരാണ് സേക്രൽ കനാൽ. ഇതൊരു ട്രയാങ്കുലർ ഷേപ്ഡ് കനാലാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അബൌട്ട് ദ അപ്പെക്സ് ആണ്. അപ്പെക്സിൽ മെയിൻ ആയിട്ടും പറയുന്നത് ഒരു ഓവൽ ഷേപ്ഡ് ഫേസെറ്റ് ഉണ്ടാവും. ഈ ഫേസെറ്റിലേക്കാണ് നമ്മുടെ കോക്കിക്സ് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് അബൌട്ട് ദ സർഫസ് ആണ്. 2 സർഫസസ് ആണ് ഉള്ളത്. പെൽവിക് സർഫസ് അല്ലെങ്കിൽ ആൻറ്റീരിയർ സർഫസ്, ഡോർസൽ സർഫസ് അല്ലെങ്കിൽ പോസ്റ്റീരിയർ സർഫസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അബൌട്ട് ദ ആൻറ്റീരിയർ സർഫസ് അല്ലെങ്കിൽ പെൽവിക് സർഫസ്. പെൽവിക് സർഫസിൽ നമ്മൾ മെയിൻ ആയിട്ടും പറയുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് റിഡ്ജസ് ആണ്. ട്രാൻസ്വേഴ്സ് റിഡ്ജസ് നമുക്ക് 4 എണ്ണം കാണാൻ പറ്റും. 1, 2, 3 ആൻഡ് 4. ഈ ട്രാൻസ്വേഴ്സ് റിഡ്ജ് എൻഡ് ചെയ്യുന്നത് ഫൊറാമിനാസിലാണ്. ഈ ഫൊറാമിനാസിനെ നമ്മൾ പറയുന്ന പേരാണ് ആൻറ്റീരിയർ സേക്രൽ ഫൊറാമിന അല്ലെങ്കിൽ പെൽവിക് സേക്രൽ ഫൊറാമിന. ഈ ഓരോ ഫൊറാമിനാസിൻ്റെയും ഇൻ ബിറ്റ്വീൻ നമുക്കൊരു ബോണി ബാർ കാണാൻ പറ്റും. ഇതിന് പറയുന്ന പേരാണ് കോസ്റ്റൽ എലമെന്റ്. ഈ കോസ്റ്റൽ എലമെന്റ്സും ട്രാൻസ്വേഴ്സ് പ്രോസസ്സും കൂടെ യുണൈറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ലാറ്ററൽ മാസ് ഓഫ് ദ സേക്രം ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അബൌട്ട് ദ ഡോർസൽ സർഫസ് ആണ്. ഡോർസൽ സർഫസ് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി അത് കോൺവെക്സ് ആണ്, ഇറഗുലർ ആണ്, റഫ് ആണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് അബൌട്ട് ദ മീഡിയൻ സേക്രൽ ക്രസ്റ്റ് ആണ്. മീഡിയൻ സേക്രൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പർ 4 സേക്രൽ വെർട്ടിബ്രേന്റെ സ്പൈനസ് ട്യൂബർക്കിൽ ഫ്യൂസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ഇൻവേർട്ടഡ് യു ഷേപ്പിലായിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സേക്രൽ ഹയാറ്റസ്. ഓക്കെ, ഇത് പോസ്റ്റീരിയർ വാൾ ഓഫ് ദ സേക്രൽ കനാൽ ഫോം ചെയ്യുന്നു. മീഡിയൻ സേക്രൽ ക്രസ്റ്റിന്റെ ഏത് സൈഡ്സിൽ നമുക്ക് അഗെയിൻ ഫൊറാമിനാസ് കാണാൻ പറ്റും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഡോർസൽ സേക്രൽ ഫൊറാമിന. ഡോർസൽ സേക്രൽ ഫൊറാമിനാസിന്റെ ഏത് സൈഡ്സിൽ മീഡിയൻ സേക്രൽ ക്രസ്റ്റ് പോലെ അഗെയിൻ നമുക്ക് 2 ക്രസ്റ്റ് കാണാൻ പറ്റും. ഒന്നാണ് ഇന്റർമീഡിയറ്റ് സേക്രൽ ക്രസ്റ്റ്, അത് ടുവേർഡ്സ് മീഡിയലി. അതെന്ന് പറയുന്നത് ഫ്യൂസ്ഡ് ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് അബൌട്ട് ദ ലാറ്ററൽ സേക്രൽ ക്രസ്റ്റ്. ഇതാണ് ലാറ്ററൽ സേക്രൽ ക്രസ്റ്റ്. ഇവിടെ നമുക്ക് കാണുന്നത് ട്രാൻസ്വേഴ്സ് ട്യൂബർക്കിൾസ് ആണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് അബൌട്ട് ദ ലാറ്ററൽ സർഫസ് ആണ്. ലാറ്ററൽ സർഫസ് ഫോം ചെയ്തിരിക്കുന്നത് ട്രാൻസ്വേഴ്സ് പ്രോസസ്സും അതുപോലെ തന്നെ കോസ്റ്റൽ എലമെന്റ്സും കൂടെ ചേർന്നിട്ടാണ്. അതിൻ്റെ അപ്പർ പാർട്ട് കുറച്ച് വൈഡാണ്, താഴേക്ക് വരുമ്പോൾ അത് നാരോ ആയിട്ട് വരും. ഇതാണ് ലാറ്ററൽ പ്രോസസ്സ്. ലാറ്ററൽ പ്രോസസ്സ് മെയിനായിട്ടും ഫോം ചെയ്തിരിക്കുന്നത് എൽ ഷേപ്ഡ് ആയിട്ടുള്ള ആൻറ്റീരിയർ സർഫസ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഓറിക്കുലർ സർഫസ്. ഇത് മെയിനായിട്ട് ഫോം ചെയ്തിരിക്കുന്നത് കോസ്റ്റൽ എലമെന്റ്സ് വെച്ചിട്ടാണ്. നെക്സ്റ്റ് അബൌട്ട് ദ പോസ്റ്റീരിയർ സർഫസ്. പോസ്റ്റീരിയർ സർഫസ് ഫോം ചെയ്തിരിക്കുന്നത് ട്രാൻസ്വേഴ്സ് പ്രോസസ്സസ് വെച്ചിട്ടാണ്. Then next about the sacral canal ആണ്. Sacral canal contain ചെയ്യുന്നത് spinal meninges ആണ്. About our conclusion part, so this is the sacrum, which is a large flattened triangular bone formed by the fusion of 5 sacral vertebrae. It mainly consists of, first, on the base, this is the body which articulate with the lumbar vertebrae and it forms the lumbosacral joint. Here forms the anterior projecting margin. It is called sacral promontory. Next we have a fan shaped structure. This is called ala of the sacrum. It again has 2 parts, medial smooth part and lateral rough part. Then about the superior articulating process, it has a facet directed backwards and medially. Next about the vertebral foramen, it leads into a canal which is called sacral canal. Next about the features on the apex, here we can see a oval shaped facet which articulates with the coccyx. Next about the 2 surfaces, this is called pelvic or anterior surface and this is called dorsal or posterior surface.
First we are going to speak about the pelvic surface. Here you can see median area which is marked by 4 transverse ridges. This is 1, 2, 3 and 4. This transverse ridges end into a foramina. This is anterior sacral foramina or pelvic sacral foramina. In between each foramina you can see a bony bar. This is called as costal elements. These costal elements along with the transverse tubercles, it forms the lateral mass. Next about the dorsal surface, it is convex, comparatively regular and rough. Next one is median sacral crest. It is formed by the fusion of the spines of upper 4 sacral vertebrae. On the either sides of the median sacral vertebrae, we can see many foraminas. These foraminas are called posterior sacral foramina. Like the median sacral crest, on the either sides of the posterior sacral foramina, we can see two other crests. It is called as intermediate sacral crest and lateral sacral crest. Intermediate sacral crest which is formed by articulating tubercles and the lateral sacral crest which is formed by transverse tubercles. Below the median sacral crest we can see a inverted U-shaped structure. It is called as sacral hiatus. It forms the posterior wall of the sacral canal. Next about the lateral surface. Lateral surface which again has 2 parts. An L-shaped anterior part, it is called auricular surface. Auricular surface which is mainly formed by the costal elements. Next about the posterior surface. Posterior surface which is formed by the transverse tubercles. Next the content of the sacral canal. Spinal meninges. Then about the attachments. The rough part of the ala which gives attachment to the iliacus. The lumbosacral ligament posteriorly. So that's all about today's video. If you have any suggestions, use the comment box. And also don't forget to like, share and subscribe. Thank you.